ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി നിങ്ങളുടെ ഒരു വിരലെങ്കിലും എന്റെ ചേച്ചിയുടെ നേർക്ക് ഉയർന്നു എന്ന് ഞാൻ അറിഞ്ഞ ഈ ശാലിനി വിഷ്ണു ആരാണെന്നും എന്റെ പൊസിഷൻ എന്താണെന്നും എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ അറിയും. ശരിക്കും അറിയും. ഈ ഒരു തകരാറൊന്നും എന്റെ ചേച്ചിക്ക് വീട്ടിൽ നിൽക്കുമ്പോ ഉണ്ടായിരുന്നില്ലല്ലോ. ഇതൊക്കെ നിങ്ങളായിട്ടുണ്ടാക്കിയതാ. ചേച്ചി അവിടുന്ന് ഭ്രാന്തി എന്ന മുദ്ര കുത്തി ഇറക്കി വിടാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഇല്ലാ കഥകൾ. ഇല്ലാത്ത കഥകളോ? ഇല്ലാ കഥകളായിട്ടാണോ ഈ കൈ ഇങ്ങനെ കടിച്ചു പറിച്ചു വെച്ചേക്കുന്നത്? കണ്ടില്ലേ, അവളുടെ 5 വിരലും ഇവിടെ പതിഞ്ഞ് രക്തം ചത്ത് കിടക്കുന്നത്. മാന്യതാ. നിങ്ങൾ ദേഹോപദ്രവം ഏൽപ്പിച്ചപ്പോ ചേച്ചിക്ക് കൈയും കെട്ടി നോക്കി നിൽക്കാനാവില്ലല്ലോ. നിങ്ങൾ ഉപദ്രവിച്ചപ്പോ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായി സ്വയം രക്ഷയ്ക്കായി പലതും ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. അങ്ങനെ മുറിവുകൾ വരാലോ. ചേച്ചി ചെയ്ത കുറ്റങ്ങളൊന്നും പൊന്നനിയത്തി പറയില്ലല്ലോ. പ്രേംനാഥ്. യെസ് മാഡം. ഇവരോട് മര്യാദയുടെ ഭാഷ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലോക്കപ്പിലിട്ട് വേണ്ട രീതിയിൽ പെരുമാറിയിട്ട് തന്നെ ചോദിക്ക്. സത്യം എന്താണെന്ന് നമുക്ക് അറിയാതെ പറ്റില്ലല്ലോ. വനിതാ പോലീസുകാരെ കൂടി വിളിക്ക്. എന്നിട്ട് ഇവരെ പൊക്കിക്കൊണ്ടുപോയി നല്ല ഇടിയങ്ങ് വെച്ചു കൊടുക്കാൻ പറ. ഇയാൾക്കും കൊടുക്കുന്ന 4 ഇടി. അങ്ങനെ നല്ല രീതിയിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോണ്ട. അയ്യോ, ഇങ്ങനെയൊക്കെ ശിക്ഷിക്കാൻ ഞങ്ങൾ എന്ത് കുറ്റമാ ചെയ്തേ? അറിയില്ലേ രണ്ടുപേർക്കും? ഒന്നും അറിയില്ല അല്ലേ? രാജീവ് സാറ് ഹയർ സ്റ്റഡീസിനായി വിദേശത്തേക്ക് പോയപ്പോ എന്റെ ചേച്ചി ശാരികയെ പലവട്ടം നിങ്ങൾ ദേഹോപദ്രവം ഏൽപ്പിച്ചു. സ്വയം ഒടുങ്ങാൻ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചു. പിന്നെ ചെയ്യാവുന്ന പീഡനങ്ങൾ മുഴുവൻ ചെയ്തു. ഒടുവിൽ ഭ്രാന്തിയാക്കി സെല്ലിനകത്ത് അടയ്ക്കാനും നോക്കി. അതിന് ഞാൻ തന്നെയാ സാക്ഷി. ക്രുവൽറ്റി ബൈ ഹസ്ബൻഡ് ഓർ റിലേറ്റീവ്സ് ഓഫ് ഹസ്ബൻഡ്. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 498A വകുപ്പ്. ഈ വകുപ്പ് പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചാ, ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിന്റെ ബന്ധുക്കളോ ഒരു സ്ത്രീയെ ക്രൂരതയ്ക്ക് വിധേയയാക്കുകയാണെങ്കിൽ 3 വർഷത്തോളം വരുന്ന തടവ് ശിക്ഷയോ പിഴയോ ലഭിക്കാവുന്ന കുറ്റമാണത്. അകത്തു പോയി കിടക്കണോ ആങ്ങളയ്ക്കും പെങ്ങൾക്കും? എന്റെ ചേച്ചിയുടെ ഒരൊറ്റ ഒപ്പ് മതി, രണ്ടും അകത്തു പോയി കിടന്നും ഒഴിയെണ്ണും. അപ്പൊ ഈ കേസ് എങ്ങനാ, ഏത് രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നേ? മാഡം, രാജീവിനെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. രാജീവ് വരട്ടെ, എന്നിട്ട് ഈ കേസ് എങ്ങനെ പോകണമെന്ന് തീരുമാനിക്കാം മാഡം. ആയ കാലത്ത് രാമനാമവും ജപിച്ച് പേരക്കുട്ടികളെയും കളിപ്പിച്ച് പ്രാർത്ഥനയും വഴിപാടുമായി കഴിയേണ്ടതിന് പകരം കാലം മറന്നുകൊണ്ടിരിക്കുന്ന അമ്മായിയമ്മ പോരുമായിട്ട് വന്നിരിക്കുന്നു. അതിനെ കൂട്ടുനിൽക്കാനൊരു പൊന്നാങ്ങളെ. ഇനി നിങ്ങളുടെ ഒരു വിരലെങ്കിലും എന്റെ ചേച്ചിയുടെ നേർക്ക് ഉയർന്നു എന്ന് ഞാൻ അറിഞ്ഞ ഈ ശാലിനി വിഷ്ണു ആരാണെന്നും എന്റെ പൊസിഷൻ എന്താണെന്നും എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ അറിയും. ശരിക്കും അറിയും. അയ്യോ സാറേ, ഞങ്ങള് മിണ്ടി പോരുത്. അങ്ങോട്ട് മാറിക്കണോ? ഇങ്ങോട്ട് മാറി.
കരയണ്ട. അങ്ങനെയൊന്നും ഇനി എന്നെ വീഴ്ത്തില്ല പടച്ചോൻ. പടച്ചോനറിയാം എന്റെ കുഞ്ഞിന് ഞാനല്ലാതെ മറ്റാരും ഇല്ലെന്ന്. പിന്നെ ഒരു കാര്യത്തിലേ ബാപ്പച്ചിക്ക് സങ്കടമുള്ളൂ. എന്റെ മോളിപ്പോ ചിരിച്ചു കാണുന്നില്ല. എല്ലാം ബാപ്പച്ചിക്ക് അറിയാവുന്നതല്ലേ. മനസ്സിന് സന്തോഷമുണ്ടെങ്കിലല്ലേ ബാപ്പച്ചി ഉള്ളു തുറന്നൊന്ന് ചിരിക്കാനൊക്കെ പറ്റൂ. ഈ വീട്ടിൽ ഞാൻ എങ്ങനെയാ കഴിയുന്നതെന്ന് ബാപ്പച്ചിക്ക് അറിയാലോ. എനിക്കെല്ലാം അറിയാം മോളെ. ഇപ്പോ ബാപ്പച്ചിക്ക് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ. പക്ഷേ ബാപ്പച്ചി പറയും. അത് അധികം താമസിയാതെ മോള് കാണുകയും ചെയ്യും. നമ്മള് മാത്രം ഉണ്ടായിരുന്നപ്പോ എന്ത് സന്തോഷത്തോടെ ബാപ്പച്ചി നമ്മൾ കഴിഞ്ഞിരുന്നത്. ആ ഒരു കാലം മതിയായിരുന്നു എന്ന് തോന്നുവാ. മോളുടെ കാര്യം തന്നെയായിരുന്നു ബാപ്പച്ചിയുടെ മനസ്സിൽ എപ്പോഴും. ഇനിയിപ്പോ മറ്റു ബന്ധുക്കളുടെ അഭിപ്രായം ഒന്നും നോക്കേണ്ട കാര്യമില്ല. മനസ്സുകൾ തമ്മിലുള്ള ഇഷ്ടം തന്നെ നടക്കട്ടെ. ഞാനത് തീരുമാനിച്ചു. ബാപ്പച്ചി പറയുന്നത് നിന്റെ ആ ചെക്കനോടൊന്ന് ഇങ്ങോട്ട് വരാൻ പറ. കാര്യങ്ങൾ നമുക്ക് സംസാരിച്ച് ഒരു കരക്കെത്തിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ബാപ്പച്ചി ബാപ്പച്ചി സന്തോഷത്തോടെ അല്ലേ ഈ കാര്യം പറഞ്ഞത്? അതേ മോളെ. എന്റെ സന്തോഷം എന്ന് പറഞ്ഞാ മോളുടെ സന്തോഷമാ. ധൈര്യമായിട്ട് അവനോട് വരാൻ പറ. നമുക്ക് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി വെക്കാം. ശരി പാപ്പച്ചി, എനിക്ക് ഒരുപാട് സന്തോഷായി. ആ, ഒടുവിൽ എന്റെ പ്രാർത്ഥന പഠിച്ചോൻ കേട്ടു അല്ലേ ബാപ്പച്ചി? മതി മതി. എനിക്ക് ഇനി മയ്യത്തായാലും കുഴപ്പമില്ല. എന്റെ മൊഞ്ചത്തി പെണ്ണൊന്ന് ചിരിച്ചു കണ്ടല്ലോ. ഓ, എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു 100 വിളി വിളിക്കും. കട്ടൻ ചായക്കായിരിക്കും. ഇനിയിപ്പോ എന്തായാലും ചായ വെക്കാൻ പറ്റില്ല. ഉഫ്, ഈ രാഘവേട്ടന്റെ ഒരു കാര്യം. എന്തിനാ രാഘവേട്ടൻ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ? ഭാമേ, നീ ഇവിടെ വന്നേ. ഇതാരൊക്കെ വന്നിരിക്കുന്നു നോക്കേ.